M4 മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇടപ്പള്ളി പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കാം. ഇടപ്പള്ളി പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന കവികൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുമാണ്. മലയാള കവിതയിൽ വിശാലാത്മകതയുടെ നനവാർന്ന വികാര പ്രപഞ്ചം സൃഷ്ടിച്ച കവികളാണ് ഈ ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും. നമുക്കതിലാദ്യം ഇടപ്പള്ളിയെ കുറിച്ച് പഠിക്കാം. 1909 ജനനം, 1936 മരണം. മോഹഭംഗങ്ങളുടെ ദുഃഖകഥകൾ മാത്രം വിഷയമാക്കിയ കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. ഏറ്റവും വികാര തുടിപ്പാർന്ന ഇടപ്പള്ളി കവിതയാണ് മണിനാഥം. സോവിയറ്റ് കവി മയക്കോവസ്കിയുടെ കവിതയുമായി ഏറെ അടുത്തു നിൽക്കുന്ന മലയാള കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. മലയാള കവിതയിലെ ദാർശനികതയുടെ പ്രതീകമെന്ന് വിമർശക ലോകം പ്രകീർത്തിച്ചത് ഇടപ്പള്ളിയാണ്. ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തപ്പോൾ മലയാള മനോരമയിൽ എന്റെ കൂട്ടുകാരൻ എന്ന പേരിൽ കവിത എഴുതിയത് പന്തളം KP രാമൻപിള്ള. ആത്മഘാതിയായ കവിയെന്ന് ഇടപ്പള്ളിയെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാർ. മണിനാഥത്തിന്റെ അവതാരിക എഴുതിയത് കേസരി ബാലകൃഷ്ണപിള്ള. തുഷാരഹാരത്തിന്റെ അവതാരിക എഴുതിയത് ഉള്ളൂർ S പരമേശ്വരയ്യർ. ഇടപ്പള്ളിയുടെ പ്രധാന കൃതികളാണ് മണിനാഥം, തുഷാരഹാരം, നവസൗരഭം, ഹൃദയസ്മിതം. ഒരേ നെറ്റിൽ വിടർന്ന രണ്ടു പൂക്കൾ എന്ന് നിരൂപകർ വിശേഷിപ്പിച്ച കവികൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും. ഇടപ്പള്ളിയുടെ ആദ്യത്തെ മുദ്രിത കൃതി എന്ന് പറയുന്നത് തുഷാരഹാരം. പരാജയ പ്രസ്ഥാനം എന്ന് ഇടപ്പള്ളി കവിതകളെ നാമകരണം ചെയ്തത് കേസരി ബാലകൃഷ്ണപിള്ള. ഇടപ്പള്ളിയുടെ കവിതയിലെ ശക്തിമത്തായ വികാരം പ്രണയം. അടുത്ത് നമുക്ക് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് പഠിക്കാം. 1911 ജനനം, 1948 മരണം. ജീവിതം ഒന്നാകെ കവിതയാക്കി മാറ്റിയ പ്രതിഭാശാലിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. വേദന വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവം ഒഴുകട്ടെ. പ്രാണൻ വേർപെട്ടുകൊണ്ടിരിക്കുന്ന അവസാന സന്ദർഭത്തിലും ഇങ്ങനെ എഴുതിയ കവി ചങ്ങമ്പുഴയാണ്. മലയാളത്തിന്റെ ഓർഫിയസ് എന്ന് ചങ്ങമ്പുഴയെ വിശേഷിപ്പിച്ചത് M ലീലാവതി. മലയാളത്തിലെ ഏറ്റവും പ്രചാരം നേടിയ ദുരന്ത കാവ്യമാണ് രമണൻ. ഇടപ്പള്ളിയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള ചങ്ങമ്പുഴയുടെ പ്രച്ഛന്ന വിലാപ കാവ്യമാണ് രമണൻ. ചങ്ങമ്പുഴയുടെ പ്രധാന കൃതികൾ രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ആടുന്ന പിശാച്, രക്തപുഷ്പങ്ങൾ, ബാഷ്പാഞ്ജലി, ഓണപ്പൂക്കൾ, യവനിക, രാഗപരാഗം, സ്വരരാഗസുധ, ആരാധകൻ. ചങ്ങമ്പുഴയുടെ വിവർത്തനങ്ങൾ ദിവ്യഗീതം, സോങ് ഓഫ് സോങ്സ്, സുധാംഗത, ഈനോൺ, ദേവഗീത, ഗീതാഗോവിന്ദം, മദനോത്സവം, റൂബായിയത്ത്, വിവാഹമോചനം, പ്രപ്പോസൽ, നിർവൃതി, അവസാനത്തെ സവാരി, ബ്രൗണി, അയൂഹമാല. സാഹിത്യ ചിന്തകൾ എന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം 1945 കോട്ടയത്ത് വെച്ച് നടന്ന പുരോഗമന സാഹിത്യ സംഘടനയുടെ വാർഷിക സമ്മേളനത്തിലെ ചങ്ങമ്പുഴയുടെ അധ്യക്ഷ പ്രസംഗം. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കൃതിക്ക് രമണി എന്ന കഥയിലൂടെ മറുപടി നൽകിയത് സരസ്വതി അമ്മ 1945. ചങ്ങമ്പുഴയുടെ മോഹിനിയെ വിഡംബനം ചെയ്തുകൊണ്ട് മോഹിതൻ എഴുതിയത് സഞ്ജയൻ. ചങ്ങമ്പുഴയുടെ നോവൽ കളിത്തോഴി, സ്വരരാഗസുധ, മനസ്വിനി എന്നിവയ്ക്ക് അവതാരിക എഴുതിയത് SK നായർ. ചങ്ങമ്പുഴയുടെ ആത്മഗീതാപരമായ ഒരു ദീർഘകവിത പാടുന്ന പിശാച്. ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും കുറച്ചുകാലം മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിലും അവരുടെ കൃതികൾ എന്താണ് മലയാളത്തിൽ എന്നുമെന്ന് ഓർമ്മിക്കപ്പെടുന്നവയാണ്. അവരുടെ പേരിൽ നിന്നാണ് ഇടപ്പള്ളി പ്രസ്ഥാനം വരെ ഉണ്ട്. പരീക്ഷകൾക്കൊക്കെ എന്താണ് ഇതിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ നല്ലതുപോലെ പഠിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.